നല്ല പോരാട്ടം പോരാടിയോട്ടം ഓടിടാ, വല്ലവന്റെ നല്ല പാത പിന്തുടർന്നിടാ. ഭാരം പാപം തള്ളി ലക്ഷ്യം നോക്കി നേരെ മുന്നോട്ടോടി ഓട്ടം തികയ്ക്കാം. ഓട്ടക്കളത്തിലോടുന്നോരനേകരെങ്കിലും ബിരുദം പ്രാപിക്കുന്ന ഒരുവൻ മാത്രമല്ലയോ. പിൻപിലുള്ളതൊക്കെയും മറന്നു പോയിടാ, മുന്നിലുള്ള നാക്കിലേക്കു നേരെ ഓടിടാ. ആശയിച്ച ഒക്കവേ അടക്കിയോടുകേ, ആശ വെച്ച പന്തയപ്പൊരുൾ ലഭിച്ചിടും. ഏതു നേരത്തും പിശാചിടർച്ച ചെയ്തിടും. ഭീതി വേണ്ട, ദൂതരുണ്ടു കാത്തുകൊള്ളുവാൻ. കാടുമേടു കണ്ടു സംശയിച്ചു നിൽക്കാതെ, ചാടിയോടി പോകുവാൻ ബലം ധരിച്ചിടാ. ഓട്ടം ഓടുവാൻ അനേകർ മുൻവന്നെങ്കിലോ, ലൂത്തിൻ ഭാര്യ പോലെ പിന്നിൽ നോക്കി നിന്നു പോ. അങ്ങുമിങ്ങും നോക്കിയാൽ നീ മുന്നിൽ പോയിടാ, ഭംഗമില്ലാതോടിയ കിരീടം പ്രാപിക്കാം. ഓട്ടം തീരും നാൾ സമീപമായി, കാഹളം കേട്ടിടാൻ സമയമായി, വേഗം ഓടിടാം. ആദിഭക്തരോട്ടമോടി വിശ്രമിച്ചിടും, നാട്ടിൽ ചേർന്നു പാട്ടുപാടി ആനന്ദിച്ചിടാം. ഭാരം പാപം തള്ളി ലക്ഷ്യം നോക്കി നേരെ മുന്നോട്ടോടി ഓട്ടം തികയ്ക്കാം. സ്തോത്രം. വിശുദ്ധ വേദഭാഗം സദൃശ്യവാക്യങ്ങൾ 17-ാം അധ്യായം 1 മുതൽ ഉള്ള ചില തിരുവചനങ്ങൾ. കലഹത്തോടു കൂടി ഒരു വീട് നിറയെ യാഗഭോജനത്തിലും സ്വസ്ഥതയോടു കൂടി ഒരു കഷണം ഉണങ്ങിയ അപ്പം ഏറ്റവും നല്ലത്. നാണം കെട്ട മകന്റെ മേൽ ബുദ്ധിമാനായ ദാസൻ കർത്തൃത്വം നടത്തും. സഹോദരന്മാരുടെ ഇടയിൽ അവകാശം പ്രാപിക്കും. വെള്ളിക്ക് പുടം, പൊന്നിന് മൂശ, ഹൃദയങ്ങളെ ശോധന ചെയ്യുന്നവനോ യഹോവ. ദുഷ്കർമ്മി നീതികെട്ട അധരങ്ങൾക്ക് ശ്രദ്ധ കൊടുക്കുന്നു. വ്യാജം പറയുന്നവൻ വഷളത്വമുള്ള നാവിനെ ചെവി കൊടുക്കുന്നു. ദരിദ്രനെ പരിഹസിക്കുന്നവൻ അവന്റെ സൃഷ്ടാവിനെ നിന്ദിക്കുന്നു. ആപത്തിൽ സന്തോഷിക്കുന്നവന് ശിക്ഷ വരാതിരിക്കയില്ല. മക്കളുടെ മക്കൾ വൃദ്ധന്മാർക്ക് കിരീടമാകുന്നു. മക്കളുടെ മഹത്വം അവരുടെ അപ്പന്മാർ തന്നെ. സുഭാഷിതം പറയുന്ന അധരം ഭോഷന് യോഗ്യമല്ല. വ്യാജമുള്ള അധരം ഒരു പ്രഭുവിന് എങ്ങനെ? സമ്മാനം വാങ്ങുന്നവന് അത് രത്നമായി തോന്നും. അത് ചെല്ലുന്നിടത്തൊക്കെയും കാര്യം സാധിക്കും. സ്നേഹം തേടുന്നവൻ ലംഘനം മറച്ചു വെക്കുന്നു. കാര്യം പാട്ടാക്കുന്നവനോ മിത്രങ്ങളെ വേദിപ്പിക്കുന്നു. ഭോഷനെ 100 അടിക്കുന്നതിനേക്കാൾ ബുദ്ധിമാനെ 1 ശാസിക്കുന്നത് അധികം ഫലിക്കും. സ്നേഹവാനായ നല്ല ദൈവമേ കർത്താവേ, ഒരിക്കൽ കൂടി അങ്ങേ നോക്കി സ്തുതിപ്പാനും മഹത്വപ്പെടുത്തുവാനും തക്കവണ്ണം അടിയങ്ങളുടെ ജീവിതത്തിൽ ഒരു അവസരം കൂടെ ഒരുക്കി തന്നതിനായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, രാത്രികാല സുഖകരമായി ഉറക്കം തന്ന് ഒരു പ്രഭാതം കൂടെ കാണുവാൻ തക്കവണ്ണം ആയുസിൻ്റെ ഒരു ദിനം കൂടി നീട്ടി തന്ന ദൈവത്തെ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെപ്പോലെ കഴിഞ്ഞ രാത്രികാലം ഉറങ്ങാൻ കിടന്ന എത്രയോ പേർ പലവിധ ആപത്തുകൾ, അപകടങ്ങൾ, അനർത്ഥങ്ങൾ വഴി ഈ ലോകത്തുനിന്ന് മാറ്റപ്പെട്ടപ്പോൾ ഞങ്ങളെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളെയും ദൈവം കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തതിനായി, പരിപാലിച്ചതിനായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്ത്. കർത്താവേ, ഞങ്ങൾക്ക് ഈ ഭൂമിയിൽ ഒരു ദിനം കൂടി ആയുസ് നീട്ടി തന്നത് ഞങ്ങളുടെ ജീവിതങ്ങളിലെ കുറവുകൾ യേശുവിനോട് ഏറ്റുപറഞ്ഞുപേക്ഷിക്കുവാനും യേശുവിൻ്റെ രക്തത്താൽ കഴുകി ശുദ്ധീകരണം പ്രാപിച്ചുകൊണ്ട് യേശുവിൻ്റെ പ്രിയ മക്കളായി ജീവിക്കുവാൻ നിത്യജീവന് വേണ്ടി ഒരുങ്ങുവാനാണെന്ന് അടിയങ്ങൾ അറിയുന്നു. കർത്താവേ,
ജീവിതങ്ങളിൽ അറിഞ്ഞോ അറിയാതെയും വന്നുകൊണ്ടുള്ള സകല കുറവുകളും വാസ്തവമായി അങ്ങ് ക്ഷമിക്കണമേ. യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു എന്ന ദൈവത്തിൻ്റെ വചനം പോലെ യേശുവിൻ്റെ രക്തത്താലും വചനത്താലും അടിയങ്ങളെ കഴുകണമേ, ശുദ്ധീകരിക്കണം കർത്താവ്. ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങൾ വിശുദ്ധരായിരിക്കുന്ന ദൈവത്തിൻ്റെ വചനം പോലെ കർത്താവിൻ്റെ അടുക്കലേക്ക് ഒരു ശുദ്ധീകരണത്തോടെ കടന്നു വരുവാൻ ഞങ്ങളെല്ലാം സഹായിക്കണം അപ്പ. വിവിധ വിഷയങ്ങൾ ഹല്ലേലൂയ പ്രാർത്ഥനയ്ക്കായി ആവശ്യപ്പെട്ടിരിക്കുന്ന ഓരോ മക്കളുടെയും പ്രാർത്ഥനാ വിഷയങ്ങൾ സ്തോത്രത്തോടുകൂടെ ഒപ്പൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവ് അങ്ങ് ശ്രദ്ധ വെച്ച് കേട്ട് തക്ക സമയം മറുപടി നൽകി മാനിക്കുന്ന അനുഗ്രഹിക്കുന്ന ദൈവമായിരിക്കാൽ നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവെ. അതാ രോഗാവസ്ഥയിലായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് സൗഖ്യം, വിടുതൽ, ആശ്വാസം നൽകണമേ. പിശാചിനാൽ ബന്ധിക്കപ്പെട്ട് കർത്താവെ രോഗാത്മാവ് ബാധിച്ച് ഹല്ലേലൂയ ചികിത്സിച്ചിട്ടൊട്ട് ഭേദം വരാതെ വണ്ണം ഹല്ലേലൂയ ഡോക്ടർമാർ അസാധ്യമെന്ന് പറഞ്ഞിരിക്കുന്ന അനേക രോഗാവസ്ഥയിലായിരിക്കുന്ന വ്യക്തിജീവിതങ്ങൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നല്ലോ നാഥ. അവർക്കെല്ലാം ഹല്ലേലൂയ ആമേൻ യേശു സൗഖ്യദായകനായി ഇന്ന് കൂടെ ഉള്ളതിനായി നന്ദി പറയുന്നു അപ്പാ. യേശുവിൻ്റെ അടിപ്പിടലുകളാലുള്ള സൗഖ്യവും വിടുതലും സമാധാനം പ്രാപിച്ച് കർത്താവിനോട് കൂടെ പറ്റിച്ചേർന്നായിരിക്കാൻ അങ്ങ് സഹായിക്കണമേ. അവൻ എന്നോട് പറ്റിയിരിക്കാൻ ഞാൻ അവനെ വിടുവിക്കും, അവൻ എൻ്റെ നാമത്തെ അറിയാൽ ഞാൻ അവനെ ഉയർത്തുമെന്ന വചനം പോലെ കർത്താവിനോട് പറ്റിച്ചേർന്നായിരിക്കാൻ ഞങ്ങളെല്ലാം അങ്ങ് സഹായിക്കണമേ. അതാ സാമ്പത്തിക ബുദ്ധിമുട്ട് ഞെരുക്കത്തിലായിരിക്കുന്നവർക്ക് അതൊക്കെ തീർക്കുവാനുള്ള വഴികൾ തുറക്കണം നാഥ. സ്തോത്രം നാഥ. കുടുംബ സമാധാനമില്ലാതെ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ട് കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും നഷ്ടപ്പെടുത്തിയിരിക്കുന്ന എല്ലാ പൈശാചിക മണ്ഡലങ്ങളുടെ പിടിയിൽ നിന്നും ജനത്തെ വിടിവിപ്പാൻ എൻ്റെ കർത്താവിന് മാത്രമേ കഴിയുള്ളൂ നാഥ. കർത്താവെ അങ്ങൊരു വാക്ക് കൽപ്പിച്ചാൽ ആമേൻ സകല പൈശാചിക ശക്തികൾ വിട്ടുമാറുമല്ലോ നാഥ. കർത്താവെ കുടുംബങ്ങളിൽ സമാധാനവും ശാന്തതയും സ്വസ്ഥതയും പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പ. കുടുംബ ബന്ധങ്ങളെ തമ്മിൽ ഭിന്നിപ്പിച്ച് ഹല്ലേലൂയ ആമേൻ കുടുംബമായി സന്തോഷം അനുഭവിക്കാൻ കഴിയാതെ വണ്ണം പിശാച് കുടുംബങ്ങളിൽ നിന്ന് സന്തോഷങ്ങൾ കവർന്നെടുത്തത് ഹല്ലേലൂയ 7 മടങ്ങായി യേശുവിൻ്റെ നാമത്തിൽ മടങ്ങി വരട്ടെ. ഹല്ലേലൂയ ആമേൻ. ഇതുവരെയും ജീവിതങ്ങളിൽ അനുഭവിക്കാത്തതായ ഒരു സന്തോഷങ്ങൾ, കുടുംബജീവിതങ്ങളിൽ നിന്ന് ലഭിക്കേണ്ട സന്തോഷങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ മടങ്ങി വരട്ടെ. ഹല്ലേലൂയ. കർത്താവ് അപ്രകാരം ചെയ്തിരിക്കാൻ നന്ദി പറയുന്നു കർത്താവെ. സ്തോത്രം. സന്തോഷവും സൗഖ്യവും സമാധാനവും കുടുംബമായി കർത്താവിനെ ആരാധിപ്പാൻ ഹല്ലേലൂയ. കുടുംബങ്ങളിൽ 1-2 വ്യക്തികളായിട്ടല്ല, കുടുംബമായി യേശു ഭക്തൻ പറഞ്ഞ പ്രകാരം ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കുന്ന വചനം പോലെ കുടുംബമായി ദൈവത്തെ സേവിക്കാൻ തക്കവണ്ണം ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന സത്യ നമസ്കാരികളായി തീരുവാൻ അങ്ങ് സഹായിക്കണമേ കർത്താവേ. ദേശത്തിൻ്റെ നാനാഭാഗത്തും കർത്താവിൻ്റെ വേലയിലായിരിക്കുന്ന എല്ലാ ഭക്തന്മാർക്കായി ദൈവദാസന്മാർ, ദാസിമാർ, മക്കൾക്കായി പ്രാർത്ഥിക്കുന്നപ്പാ. കഷ്ടതയിലൂടെ കർത്താവിൻ്റെ വചനം അറിയിക്കുന്ന എല്ലാ മക്കൾക്കും ആവശ്യമായ സമാധാനം, ശാന്തതയും സ്വസ്ഥതയും പകരം ആവശ്യമായ നന്മകളാൽ നിറയ്ക്കണപ്പാ. സുവിശേഷ വിരോധികൾ നിമിത്ത കഷ്ടത അനുഭവിച്ച് ജയിലറകളിലും ഒളിത്താവളങ്ങളിലും ആയിരിക്കുന്ന അനേക ജനമുണ്ടല്ലോ അപ്പാ. അവരെല്ലാം പരിശുദ്ധാത്മാവ് തന്നെ ആശ്വസിപ്പിക്കണം കർത്താവെ. ആയിരിക്കുന്ന സ്ഥാനങ്ങളിൽ കർത്താവ് ആവശ്യമായ നന്മകളാൽ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പാ. കുടുംബങ്ങളെ പരിപാലിക്കാൻ എൻ്റെ കർത്താവിനെ കൊണ്ട് മാത്രമേ കഴിയുള്ളൂ നാഥ. അവർക്ക് ആവശ്യമായ സകല നന്മകളാലും ദൈവം നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പാ. ലോകരാജ്യങ്ങളിൽ യുദ്ധങ്ങൾ നടന്നുകൊണ്ടിരിക്കണമല്ലോ അപ്പാ. ഹല്ലേലൂയ. ദൈവത്തെ പ്രാർത്ഥിക്കുന്ന സകല ജനത്തെയും ഹല്ലേലൂയ അപ്പൻ കണ്ണിലേക്ക് ഇഷ്ടമടി പോലെ കാക്കണമേ, പരിപാലിക്കണം നാഥ. അത്യുന്നതന്റെ മറവിൽ തന്നെ ആയിരിക്കാം സർവശക്തനായ ദൈവത്തിന്റെ നിഴലിന്റെ കീഴിൽ ഹല്ലേലൂയ ദൈവത്തെ പ്രാർത്ഥിക്കുന്ന സകല മക്കളും അഭയം പ്രാപിപ്പാൻ അങ്ങ് സഹായിക്കണപ്പാ. ലോകരാജ്യങ്ങളിൽ സമാധാനം നൽകുവാൻ അങ്ങേ കൊണ്ടേ കഴിയുള്ളൂ നാഥ. ദൈവത്തിന്റെ വചനത്തിൽ അരുളി ചെയ്തിരിക്കുന്നത് പോലെ സകലവും നിറവേറേണ്ടതാകുന്നു എങ്കിലും ഹല്ലേലൂയ ദൈവത്തെ പ്രാർത്ഥിക്കുന്ന ദൈവത്തിന്റെ മക്കൾക്ക് ആശ്വാസവും വിടുതൽ സമാധാനം അങ്ങ് നൽകി മാനിക്കണമേ. സകല ജനവും ദൈവഭയത്തോടെ ദൈവസന്നിധിയിൽ അഭയം പ്രാപിപ്പാൻ അങ്ങ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പാ. സ്തോത്ര കർത്താവേ, സ്തോത്രം. ഹല്ലേലൂയ ആമേൻ. മനുഷ്യർക്ക് അല്പകാലം മാത്രമേ ഈ ഭൂമിയിൽ വാസമുള്ളൂ എന്നറിഞ്ഞ് ഹല്ലേലൂയ ഏത് സമയത്ത് മൂക്കിൽ നിന്ന് പോയ ശ്വാസം തിരിച്ചു കയറിയില്ല എങ്കിൽ നമ്മുടെ ജീവിതം ഇവിടെ തീരുന്നു. എന്നാൽ മറ്റൊരു ജീവിതം തുടങ്ങുന്നു. ആത്മാവ് തന്ന ദൈവത്തിലേക്ക് മടങ്ങിപ്പോകുന്നു.
അത് നിത്യ സൗഭാഗ്യമായ സ്വർഗരാജ്യത്തിൽ യേശു കർത്താവിനോട് കൂടെ വസിക്കുവാൻ തക്കവണ്ണം ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ഒരുങ്ങേണ്ടത് ആവശ്യമാണ് എന്ന് ഹല്ലേലൂയ. സകല മനുഷ്യരുടെ ഹൃദയങ്ങളിൽ ദൈവത്തിൻ്റെ ആത്മാവ് ഹല്ലേലൂയ ആമേൻ ഉണർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന നാഥ, ജീവിതങ്ങളിലെ കുറവുകൾ യേശുവിനോട് ഏറ്റുപറഞ്ഞുപേക്ഷിച്ച് യേശുവിൻ്റെ രക്തം സകല പാപവും ഒക്കെ നമ്മെ ശുദ്ധീകരിക്കുന്നല്ലോ. യേശുവിൻ്റെ രക്തത്താലും വചനത്താലും ശുദ്ധീകരണം പ്രാപിച്ചുകൊണ്ട് യേശുവിൻ്റെ പ്രിയ മക്കളായി ജീവിപ്പാൻ അങ്ങ് സഹായിക്കണം കർത്താവേ. ദൈവത്തിൻ്റെ വചനങ്ങൾ വായിക്കുകയും പഠിക്കുകയും അതനുസരിക്കുകയും ചെയ്ത് ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് മാനസാന്തരപ്പെട്ട് സ്നാനപ്പെട്ട് പരിശുദ്ധാത്മാവ് പ്രാപിച്ച് ജീവപുസ്തകത്തിൽ പേരെഴുതപ്പെട്ട മക്കളായി നിത്യജീവന് വേണ്ടി ഒരുങ്ങുവാൻ സകല ജനത്തെയും അങ്ങ് സഹായിക്കണം കർത്താവേ. ഓരോ വ്യക്തികളുടെ മേൽ പരിശുദ്ധാത്മാവിനത്തിന്റെ ശക്തി പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു വ്യക്തിയിൽ പരിശുദ്ധാത്മാവ് കടന്നു വരുമ്പോൾ പാപത്തെക്കുറിച്ച്, നീതിയെക്കുറിച്ച്, ന്യായവിധിയെക്കുറിച്ച് ബോധം വരുത്തുമല്ലോ കർത്താവ്. അപ്രകാരം ഓരോ വ്യക്തികളോട് പരിശുദ്ധാത്മാവ് ഇടപെടണം കർത്താവ്. ഒരു പാപബോധമുള്ളവരായി പാപങ്ങൾ യേശുവിനോട് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചുകൊണ്ട് അവരവർ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ യേശുവിനോട് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുവാൻ പാപങ്ങൾ ഹല്ലേലൂയ യേശു കടലിൻ്റെ ആഴത്തിലേക്ക് എറിഞ്ഞു കളയുന്നല്ലോ കർത്താവ്. എന്നാൽ മരണശേഷം ഒരു പൂജ കൊണ്ടോ കർമ്മം കൊണ്ടോ ഒരു മനുഷ്യന്റെ ആത്മാവിനെയും ഹല്ലേലൂയ നിത്യ നരകത്തിൽ നിന്ന് നിത്യജീവനിലേക്ക് കടത്തുവാൻ കഴിയുകയില്ലല്ലോ കർത്താവ്. മനുഷ്യർ ജീവിച്ചിരിക്കുമ്പോൾ അവരവർ തന്നെ ഹല്ലേലൂയ പാപങ്ങൾ യേശുവിനോട് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചുകൊണ്ട് യേശുവിൻ്റെ രക്തത്താൽ കഴുകി ശുദ്ധീകരണം പ്രാപിച്ചുകൊണ്ട് നിത്യജീവന് വേണ്ടി ഒരുങ്ങുവാൻ എല്ലാ മക്കളെയും അങ്ങ് സഹായിക്കണം അപ്പാ. ആമേൻ. അടിയങ്ങൾ ഈ ഭൂമിയിൽ കണ്ട് സന്തോഷിക്കുന്നത് പോലെ അടിയങ്ങളുടെ ഹല്ലേലൂയ ഭർത്താവ്, മക്കൾ, മരുമക്കൾ, കൊച്ചുമക്കൾ ഹല്ലേലൂയ ആമേൻ, ഇനി പിറക്ക സന്തതികൾ, അടിയങ്ങളുടെ സഹോദരങ്ങൾ, ബന്ധുമിത്രാദികൾ, അയൽക്കാർ, ചാർച്ചക്കാർ ഹല്ലേലൂയ ദേശവാസികൾ ആമേൻ. അപ്പാ, ഞങ്ങളോട് പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുന്ന സകല ജനവും നിത്യജീവനിൽ കണ്ട് സന്തോഷിപ്പാൻ അങ്ങ് സഹായിക്കണം അപ്പാ. യേശു എന്ന രക്ഷകനെ കുറിച്ച് അറിയാത്ത സകല ജനത്തോടും യേശു മാത്രം രക്ഷകനെന്ന് അറിയിക്കുവാനുള്ള ദൈവകൃപ സകല ജനത്തിന്റെ മേലും പകരണമേ എന്ന് പ്രാർത്ഥിക്കണം അപ്പാ. ആമേൻ. തുടർന്ന് ദൈവ സാന്നിധ്യത്തിന്റെ മറവിലാർപ്പാൻ അങ്ങ് സഹായിക്കണം അപ്പാ. അനുഗ്രഹിക്കുമാനിക്ക് കൃപയ്ക്കുള്ളിൽ മറച്ചുകൊള്ളും. യേശു കർത്താവിന്റെ നാമത്തിൽ ചോദിക്കുമ്പോൾ കൃപയോടെ കേൾക്കണം നല്ല പിതാവേ. ആമേൻ. ഗോഡ് ബ്ലെസ് യു. യേശുവിന്റെ സമാധാനം സകല ഹൃദയങ്ങളിൽ നിറയുമാറാകട്ടെ. ആമേൻ. സ്തോത്രം.